ഹലോ എവ്രിവൺ. റെസ്റ്റോറൻറ്റ് POS അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് പോയിന്റ് ഓഫ് സെയിൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം, അതിനുവേണ്ടി എന്തൊക്കെ ടൂൾസ് ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു സിസ്റ്റത്തിലോട്ട് എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വിൻഡോ ഇവിടെ ഉണ്ട്. ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് നമുക്ക് സിസ്റ്റത്തിലോട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത് കഴിഞ്ഞ് വരുന്ന ഒരു വിൻഡോ ആണിത്. POS ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കസ്റ്റമേഴ്സിനെയും യൂസേഴ്സ്, ഐറ്റംസ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട്, പർച്ചേസ്, റോ മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരികയും അത് മോഡിഫൈ ചെയ്യേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഈ ഒരു സിസ്റ്റത്തിലോട്ട് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാന്ന്. അതിന് വേണ്ടിയിട്ട് ബാക്ക് ഓഫീസ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ബാക്ക് ഓഫീസിലെ മാസ്റ്റേഴ്സ് എന്ന സെക്ഷനിലുള്ള യൂസേഴ്സ് സെലക്ട് ചെയ്യാം. ഓൾറെഡി നമ്മൾ കുറച്ച് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെ ഡീറ്റെയിൽസ് ആയ യൂസർ നെയിം, ഡെസിഗ്നേഷൻ, ഫോൺ നമ്പർ ഉണ്ട്. ക്രിയേറ്റ് ചെയ്ത ഈ യൂസർ അഡ്മിൻ ആണെങ്കിൽ ആ ഡീറ്റെയിൽസ്, അവർ ആക്റ്റീവ് ആണെങ്കിൽ ഉണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇനി പുതിയൊരു യൂസറിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ യൂസർ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിൽ യൂസേഴ്സിന്റെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. യൂസർ നെയിം, ഒരു യൂസർ നെയിം കൊടുക്കാം. ഓരോ യൂസറിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴും അതനുസരിച്ചിട്ടുള്ള പാസ്വേഡ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. കോണ്ടാക്ട് നമ്പർ ഓർ റിമാർക്സ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. ഇനി ഡെസിഗ്നേഷൻ കൊടുക്കാം. ക്രിയേറ്റ് ചെയ്ത യൂസർ അഡ്മിൻ ആണെങ്കിൽ അഡ്മിൻ എന്ന ചെക്ക് ബോക്സ് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓർ നമുക്ക് സേവ് ചെയ്യാം. അപ്പം നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസറിനെ ഇവിടെ വിസിബിൾ ആണ്. ഇനി യൂസർ ഡേറ്റയ്ക്ക് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണമെങ്കിൽ മോഡിഫൈ യൂസർ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസേഴ്സിന് നമുക്ക് കോണ്ടാക്ട് നമ്പേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് സേവ് ചെയ്യാം. യൂസേഴ്സിനെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. റിമൂവ് യൂസർ എന്നുള്ള ബട്ടൺ അതിനു വേണ്ടി യൂസ് ചെയ്യാം. അഥവാ യൂസേഴ്സിനെ സെർച്ച് ചെയ്യണമെങ്കിലും അതിനും നമുക്കിവിടെ പറ്റുന്നതാണ്. അത് ഓരോ ക്രൈറ്റീരിയനെ ബേസ് ചെയ്തിട്ടാണ് സെർച്ച് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഗ്രൂപ്പ് ഐറ്റത്തിനെ ക്രിയേറ്റ് ചെയ്യുക. POSൽ ഓരോ ഐറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഓരോ ഐറ്റവും ഓരോ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് വരുന്നത്. അതിനുവേണ്ടി ഗ്രൂപ്പ് ഐറ്റം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിന് ബാക്ക് ഓഫീസ് സെലക്ട് ചെയ്യുക. അതിൽ മാസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ ഐറ്റം ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നേരത്തെ പോലെ തന്നെ നമ്മൾ കുറച്ച് ഗ്രൂപ്പ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ നെയിം, അറബിക് നെയിം ഉണ്ടെങ്കിൽ അറബിക് നെയിം, ഈ ഗ്രൂപ്പ്സ് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പുതിയ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ന്യൂ ഗ്രൂപ്പ് എന്ന് പറയുന്ന ബട്ടൺ ആഡ് ചെയ്യാം. ക്ലിക്ക് ചെയ്യാം. അതിൽ ഗ്രൂപ്പിന്റെ നെയിം ചോദിക്കുന്നുണ്ട്, അറബിക് നെയിം ചോദിക്കുന്നുണ്ട്, ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വരുന്നത് ആ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്നുണ്ട്. ഇനി ബാക്കി വരുന്ന ഡീറ്റെയിൽസ് ആണ് ഗ്രൂപ്പ് മെനു ബട്ടൺ കളർ, ഐറ്റം മെനു ബട്ടൺ കളർ. ഈ ഓരോ ഗ്രൂപ്പിനെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെസിഫിക് കളേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ടെക്സ്റ്റ് കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ടെക്സ്റ്റ് കളർ അടുത്തതായിട്ട് വരുന്നതാണ് ഐറ്റം മെനു ബട്ടൺ കളർ. അതായത് ഓരോ ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്ന ഐറ്റത്തിന് നമുക്ക് ഇതേപോലെ ടെക്സ്റ്റ് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഗ്രൂപ്പിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് ഓരോ കളറും കൊടുക്കുന്നത്. അടുത്ത ഓപ്ഷനാണ് പ്രിന്റ് വെയർ. അതായത് എവിടെയൊക്കെ നമുക്കിത് പ്രിന്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ എനിക്ക് ജ്യൂസ് പ്രിന്റർ മാത്രം മതിയെങ്കിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കളഞ്ഞിട്ട് സേവ് ചെയ്യാവുന്നതാണ്. നേരത്തെ യൂസറിനെ ക്രിയേറ്റ് ചെയ്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ മോഡിഫൈ ചെയ്യാം. ഗ്രൂപ്പിനെ മോഡിഫൈ ചെയ്യാനും റിമൂവ് ചെയ്യാനും സെർച്ച് ചെയ്യാനും നമുക്ക് പ്രൊവിഷൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ബാക്ക് ഓഫീസ് സെലക്ട് ചെയ്യുക. മാസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ ഐറ്റം ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്യാം. ഓരോ ഡിപ്പാർട്ട്മെന്റും അതിനനുസരിച്ചിട്ട് ഓരോ ഗ്രൂപ്പ്സും വരുന്നതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ന്യൂ ഡിപ്പാർട്ട്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ
അപ്പം അതിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. പുതിയ ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ട്. ഡിപ്പാർട്ട്മെന്റിനെ മോഡിഫൈ ചെയ്യാനും റിമൂവ് ചെയ്യാനും സെർച്ച് ചെയ്യാനും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഐറ്റത്തിനെ മാനേജ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇതുവരെ ഐറ്റം ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്തു, ഡിപ്പാർട്ട്മെന്റിനെ ക്രിയേറ്റ് ചെയ്തു. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഓരോ ഐറ്റം ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഐറ്റത്തിനെ എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. അതിനുവേണ്ടി വീണ്ടും ബാക്ക് ഓഫീസ് സെലക്ട് ചെയ്യുക. ബാക്ക് ഓഫീസിൻ്റെ ഉള്ളിൽ മാസ്റ്റേഴ്സിൽ ഐറ്റംസ് സെലക്ട് ചെയ്യുക. ഓരോ ഐറ്റം ഓരോ ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഗ്രൂപ്പിന്റെ നെയിം ഉണ്ട്, എന്താണ് അതിന്റെ കോഡ്, സ്പെസിഫിക് ഐറ്റം നെയിം ഏതാണ്, അതിന്റെ അറബിക് നെയിം, ഏത് സെയിൽ റേറ്റിലാണ് ഇത് നമ്മൾ സെൽ ചെയ്യുന്നത്, സ്പെഷ്യൽ റേറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. പുതിയ ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ന്യൂ ഐറ്റം എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് വിൻഡോ വരുന്നതാണ്. അപ്പോൾ അതിൽ ഗ്രൂപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. പുതിയ ഗ്രൂപ്പാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പ്ലസ് ബട്ടണിൽ നിൽക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പുതിയ ഗ്രൂപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഐറ്റം നെയിം എന്താണ്? ഐറ്റം നെയിം നമുക്ക് ഇവിടെ കൊടുക്കാം. അത് ഇതേപോലെ അറബിക് നെയിം ഉണ്ടെങ്കിൽ അറബിക് നെയിം കൊടുക്കാം. നോർമൽ സെയിൽ പ്രൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്പെഷ്യൽ പ്രൈസ് സെയിൽ പ്രൈസ് വല്ലതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എത്ര ടാക്സ് പെർസെൻറ്റേജ് വരുന്നുണ്ടോ അതും ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഐറ്റം സെറ്റിംഗ്സിൽ അപ്പിയറൻസ് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഈ നമ്മൾ കൊടുത്ത ഐറ്റത്തിന്റെ ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് ഇമേജ് ആഡ് ചെയ്യുകയും ചെയ്യാം, ഇമേജ് ക്ലിയർ ചെയ്യാനും ചില ഓപ്ഷൻസ് വരുന്നുണ്ട്. പോരാത്തതിന് ഈ ഒരു ഐറ്റത്തിന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും ഇവിടെയും ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമുക്കിത് സേവ് ചെയ്യാം. ഇപ്പം നമ്മളിപ്പോൾ കൊടുത്ത ഒരു ഐറ്റം ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സെയിൽ പ്രൈസ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ്സും ഐറ്റംസ് എല്ലാം നമുക്ക് പോയിന്റ് ഓഫ് സെയിൽ എടുത്ത് നോക്കുമ്പോൾ അതിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ പോയിന്റ് ഓഫ് സെയിൽ എടുക്കുമ്പോൾ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ ഗ്രൂപ്പ്സ് ഉണ്ടോ ആ ഗ്രൂപ്പ്സ് ഒക്കെ നമുക്ക് കാണാം. അതിൻ്റെ അണ്ടറിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് വരുന്നത് അത് നമുക്ക് കാണാം. അതനുസരിച്ച് നമുക്കിവിടെ ബില്ല് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള ഓരോ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ പർച്ചേസ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പർച്ചേസ് എങ്ങനെയാണ് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അഡ്മിൻ ആയിട്ടുള്ള യൂസേഴ്സിന് മാത്രമേ ഓരോ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ബാക്ക് ഓഫീസ് സെലക്ട് ചെയ്യുക. ബാക്ക് ഓഫീസിൻ്റെ ഉള്ളിൽ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ സെക്ഷനുള്ളിൽ പർച്ചേസ് എൻട്രി സെലക്ട് ചെയ്യുക. ഓക്കെ, പർച്ചേസ് എൻട്രി പറയുമ്പോൾ പർച്ചേസ് നമ്പർ വരുന്നുണ്ട്, പർച്ചേസ് ഡേറ്റ് വരുന്നുണ്ട്, ഏത് മോഡാണ്, അതായത് പേയ്മെന്റ് മോഡ് ഏതാണ് വരുന്നത്, ക്യാഷ് ആൻഡ് ക്രെഡിറ്റ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി പർച്ചേസ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ ഏറ്റവും മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഫീൽഡാണ് സപ്ലയർ എന്ന് പറയുന്നത്. നമുക്ക് സപ്ലയർ ഉണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ സപ്ലയറിന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. സപ്ലയറിന്റെ നെയിം, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ സപ്ലയറുമായിട്ട് റിലേറ്റ് ചെയ്തത് അത് നമുക്ക് ഇവിടെ ആഡ് ചെയ്തിട്ട് സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇനി സപ്ലയർ ഇൻവോയ്സ് നമ്പർ ഉണ്ട്, സപ്ലയർ ഇൻവോയ്സ് ഡേറ്റും ഉണ്ട്. ഇവിടെയും ഓരോ ഐറ്റം ക്രിയേറ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ, റിമൂവ് ചെയ്യാൻ അങ്ങനെയുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പർച്ചേസ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ റോ മെറ്റീരിയൽസിനെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസിനെ നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്രൊവിഷനും ഇവിടെ ഉണ്ട്. അത് എത്ര യൂണിറ്റ് ആണ്, എത്ര പർച്ചേസ് റേറ്റിലാണ് നമ്മളത് വാങ്ങിക്കുന്നത്, എത്ര ടാക്സ് പെർസെൻറ്റേജ് വരുന്നുണ്ട്, ക്വാണ്ടിറ്റി എത്ര വരുന്നുണ്ട്, ടോട്ടൽ എത്രയാണ്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്.
എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞിട്ട് സ്പെഷ്യൽ റിമാർക്സോ കമൻസോ കൊടുക്കാനുള്ള ബോക്സ് ആണ് ഇവിടെ. അതിൽ തന്നെ ആർക്കാണ് ഈ ഒരു ഇത് ഡെലിവറി ചെയ്യുന്നത്, ഡെലിവറി കോൺടാക്ട് നമ്പർ എത്രയാണ്, ഏത് അഡ്രസ്സിലോട്ടാണ് നമ്മൾ ഈ ഡെലിവറി നടത്താൻ പോകുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും പിന്നെ ഇതിന്റെ പേയ്മെന്റ് ഡീറ്റെയിൽസ്, അതായത് ടോട്ടൽ എമൗണ്ട്, സബ് ടോട്ടൽ എത്രയാണ്, ഡിസ്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ഡിസ്കൗണ്ട് ആണ് വരുന്നത്, ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് ടോട്ടൽ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് സേവ് കൊടുക്കാം, പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്, സെർച്ച് ചെയ്യാൻ പറ്റും. ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇനി ആവശ്യമില്ലാത്ത പർച്ചേസസ് ആണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് പർച്ചേസ് റിട്ടേൺ ആണ്. അതുപോലെ തന്നെ ബാക്ക് ഓഫീസ് എടുക്കുക, ട്രാൻസാക്ഷനുള്ളിൽ പർച്ചേസ് റിട്ടേൺ എടുക്കുക. ഇവിടെ നമ്മൾ മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യം പറയുന്നത് സപ്ലയർ തന്നെയാണ്. ഇതിൽ റിട്ടേൺ നമ്പർ വരുന്നുണ്ട്, ഏത് ഡേറ്റിലാണ് നമ്മളിത് തിരിച്ചു കൊടുക്കാൻ പോകുന്നത്, റിട്ടേൺ ചെയ്യാൻ പോകുന്നത്, ആ ഡേറ്റ് നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നുണ്ട്. റിട്ടേൺ മോഡ് ഏതാണ്, നോ പർച്ചേസ് ഇൻവോയ്സ് ആണോ അതോ വിത്ത് പർച്ചേസ് ഇൻവോയ്സ് ആണോ, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. പർച്ചേസ് അങ്ങനെ കൊടുക്കുമ്പോൾ തന്നെ അതിന് എക്സ്ട്രാ ഡീറ്റെയിൽസ് നമ്മളിവിടെ ചോദിക്കുന്നുണ്ട്. ഇവിടെയും ഐറ്റം ആഡ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും അല്ലെങ്കിൽ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. റോ മെറ്റീരിയൽസ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നതും പർച്ചേസ് ചെയ്തത് റിട്ടേൺ ചെയ്യാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കാം. അത് എത്ര യൂണിറ്റ് ആണ് റിട്ടേൺ ചെയ്യാൻ പോകുന്നത്, എത്ര റേറ്റ് ആണ്, എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, ടോട്ടൽ എത്രയാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനുള്ള ഫീൽഡാണ് ഇത് വരുന്നത്. ഇവിടെ നമുക്ക് സ്പെഷ്യൽ റിമാർക്സോ കമൻസോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് റിട്ടേൺ എമൗണ്ട് എത്രയാണ് വരുന്നത്, അതിൻ്റെ സബ് ടോട്ടൽ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാനും സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ ഇതുവരെ നമ്മൾ പറഞ്ഞത് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനും എങ്ങനെ നമുക്ക് ഗ്രൂപ്പ്സ്, ഐറ്റം ഗ്രൂപ്പ്സ് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ഐറ്റം ക്രിയേറ്റ് ചെയ്യാം, എങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ക്രിയേറ്റ് ചെയ്യാം, പർച്ചേസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ റിട്ടേൺ ചെയ്യാം, എങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ഡിസ്കൗണ്ട് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാമെന്ന്. ഡിസ്കൗണ്ട് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഓരോ സ്പെഷ്യൽ ഒക്കേഷൻസ് അല്ലെങ്കിൽ സ്പെഷ്യൽ ടൈമിൽ ഇന്ന ടൈം പീരീഡിലൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കൗണ്ട് വൗച്ചർ അല്ലെങ്കിൽ ഓരോ ഐറ്റംസിന് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പൊ എങ്ങനെയാണ് ഒരു ഡിസ്കൗണ്ട് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതിന് വേണ്ടിയിട്ട് ബാക്ക് ഓഫീസ് സെലക്ട് ചെയ്യുക. ബാക്ക് ഓഫീസിൻ്റെ ഉള്ളിൽ മാസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ ഡിസ്കൗണ്ട് വൗച്ചർ സെലക്ട് ചെയ്യാം. ഇവിടെ ഓൾറെഡി നമ്മൾ 2 ഡിസ്കൗണ്ട് വൗച്ചർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, എന്താണ് ആ ഡിസ്കൗണ്ടിന്റെ നെയിം, എത്ര പെർസെൻറ്റേജിലാണ് നമ്മളിത് കൊടുക്കുന്നത്, ഏത് ടൈപ്പാണ്, ആക്റ്റീവ് ആണോ, ഡിപ്പാർട്ട്മെന്റ് ഏതാണ്, ഏത് ഡേറ്റ്, വാലിഡിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു ഡിസ്കൗണ്ട് വൗച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോപ്പപ്പ് വിൻഡോ ഇവിടെ ഉണ്ട്. അതിന് വേണ്ടി നമ്മൾ ന്യൂ വൗച്ചർ സെലക്ട് ചെയ്യുക. അപ്പം കാറ്റഗറി ഏതാണെന്ന് കൊടുത്തിരുന്നത്, വൗച്ചർ നെയിം ഏതാണെന്ന് കൊടുക്കാം. വൗച്ചർ നെയിം ഇപ്പം നമ്മൾ ക്രിസ്മസിന് എക്സ്പെൻസ് റിലേറ്റഡ് കൊടുക്കാം, ആക്റ്റീവ് കൊടുക്കാം. ഇനി ഡിസ്കൗണ്ട് ടൈപ്പ് ചെയ്ത് നോക്കാം. ഒന്നെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കാം, അല്ലെങ്കിൽ എല്ലാവർക്കും കൊടുക്കാം. എല്ലാവർക്കും കൊടുക്കുമ്പോൾ ഇന്ന ആണെന്നില്ല, എല്ലാവർക്കും ആ ഒരു ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം ഞാനൊരു ഓൾ കൊടുക്കുകയാണ്. ഇനി എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കാൻ പോകുന്നത്, ഒരു 25% കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഡിസ്കൗണ്ടിന്റെ വാലിഡിറ്റി കൊടുക്കാൻ പറ്റുന്നതാണ്, അതായത് ഡേറ്റ് വൈസ് വാലിഡിറ്റി. അത് ഏത് ഡേറ്റ് തൊട്ട് ഏത് ഡേറ്റ് വരെ നമുക്ക് കൊടുക്കാൻ പറ്റും, അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നമുക്കിത് സേവ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്ത ഒരു ഡിസ്കൗണ്ട് വൗച്ചർ ആണിത്, ക്രിസ്മസിനെ റിലേറ്റ് ചെയ്ത് ഇന്ന ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് വൗച്ചർ നമ്മൾ POS നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. POS സെലക്ട് ചെയ്യുമ്പോൾ അതിപ്പം ഏത് ഡിസ്കൗണ്ട് ആണോ ഏത് ഡിസ്കൗണ്ട് ആണോ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ഐറ്റം സെലക്ട് ചെയ്ത് വരുമ്പോൾ അതിൽ ഏതൊക്കെ ഡിസ്കൗണ്ട് അഥവാ അപ്ലൈഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഐറ്റത്തിനെല്ലാം ബ്ലൂ ഷെയ്ഡിലായിരിക്കും വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടേബിൾ ലൊക്കേഷൻ ആൻഡ് ടേബിൾ ക്രിയേഷൻ ആണ്. ഒരു ഡൈനിങ് കസ്റ്റമറിനെ എടുത്ത് നോക്കുമ്പോൾ അവർക്ക് ടേബിൾ ലൊക്കേഷനും ടേബിൾ
എവിടെയൊക്കെയാണ് വേണ്ടി വരുന്നത് അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടേബിൾ ലൊക്കേഷൻ അല്ലെങ്കിൽ ടേബിൾ ക്രിയേഷൻ നടത്താൻ പറ്റുമെന്ന് നോക്കാം. അതിനുവേണ്ടി വീണ്ടും ബാക്ക് ഓഫീസ് സെലക്ട് ചെയ്യുക. ബാക്ക് ഓഫീസിൻ്റെ ഉള്ളിൽ മാസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ ടേബിൾ ലൊക്കേഷൻ ആദ്യം സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഇൻഡോർ ആണോ അല്ലെങ്കിൽ ഔട്ട്ഡോർ ആണോ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് നമ്മൾ ന്യൂ ലൊക്കേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് പുതിയൊരു ടേബിൾ ലൊക്കേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ലൊക്കേഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം, ഇൻഡോർ കൊടുക്കാം. അപ്പം അതിൽ നോർമൽ റേറ്റ് ആണോ സ്പെഷ്യൽ റേറ്റ് ആണോ നമുക്ക് അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. ഈ ഡീറ്റെയിൽസ് നമുക്ക് സേവ് ചെയ്യാം. ഇൻഡോർ ഓൾറെഡി സേവ് ആണ്. നമുക്ക് മജ്ലിസ് എന്ന് പറയുന്ന ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിൽ തന്നെ ബാക്ക് ഓഫീസിൻ്റെ ഉള്ളിൽ മാസ്റ്റേഴ്സ് എന്ന സെക്ഷനിൽ ടേബിൾസ് സെലക്ട് ചെയ്യുക. പുതിയ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക. ടേബിൾ നമ്പർ കൊടുക്കാം. ലൊക്കേഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. ഇൻഡോർ കൊടുക്കാം, സേവ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതും POSൽ പോയി സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഡൈനിങ്സ് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഔട്ട്ഡോർ ആണോ മജ്ലിസ് ആണോ അല്ലെങ്കിൽ ഇൻഡോർ ആണോ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഔട്ട്ഡോർ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ടേബിൾ കൊടുത്തിട്ടുണ്ട്, ഏത് ടേബിൾ നമ്പറാണ് ഔട്ട്ഡോറിലുള്ളത്, അതിൽ ഏത് ഓർഡർ നമ്പറാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ മജ്ലിസ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇൻഡോറിലും അതുപോലെ തന്നെ ടേബിൾ നമ്പർ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഏതൊക്കെയാണോ അതൊക്കെ ഓരോ ടേബിൾ ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ഇവിടെ POSൽ വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഡീറ്റെയിൽഡ് എക്സ്പെൻസ് എൻട്രി ആണ്. അപ്പം ഒരു എക്സ്പെൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഡെയിലി വൈസ് ആയിരിക്കും അല്ലെങ്കിൽ മന്ത്ലി വൈസോ അല്ലെങ്കിൽ ഒരു ടൈം പീരീഡ് ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ എക്സ്പെൻസസ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഓരോ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ബാക്ക് ഓഫീസ് വീണ്ടും സെലക്ട് ചെയ്യുക. ബാക്ക് ഓഫീസിൽ ട്രാൻസാക്ഷൻ്റെ ഉള്ളിൽ എക്സ്പെൻസസ് സെലക്ട് ചെയ്യുക. ഇതിൽ എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ട്, അതിൽ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഏത് എക്സ്പെൻസ് ടൈപ്പ് ആണ് അല്ലെങ്കിൽ എക്സ്പെൻസ് എമൗണ്ട്, ടാക്സ് വാല്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പം നമുക്ക് അതിന് വേണ്ടിയിട്ട് ചേഞ്ച് സെലക്ട് ചെയ്യാം. ഡേറ്റ് ബേസ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നവംബർ 2021 കിടക്കുന്നത്. ഡേറ്റ് പീരീഡ് 1 to 13 ആണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഇതനുസരിച്ച് ചേഞ്ച് കൊടുക്കുന്നതനുസരിച്ച് ഓരോ ഡേറ്റ ഇവിടെ നമുക്ക് കിട്ടുന്നതാണ്. ഇനി എക്സ്പെൻസസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റും. അതിൽ എക്സ്പെൻസ് ടൈപ്പ് നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൽ അക്കൗണ്ട് നെയിം ചോദിക്കുന്നുണ്ട്, അക്കൗണ്ട് ടൈപ്പ് ചോദിക്കുന്നുണ്ട്, ഓപ്പണിംഗ് ബാലൻസ് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഇവിടെ ഓൾറെഡി ഒരു അക്കൗണ്ട് എക്സ്പെൻസ് കൊടുത്തിട്ടുണ്ട്, പെട്രോൾ എക്സ്പെൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ അക്കൗണ്ട് ടൈപ്പ്, ഓപ്പണിംഗ് ബാലൻസ് ഏതാണ്, റിമാർക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അതേപോലെ നമുക്ക് പുതിയ എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്യാം. അക്കൗണ്ട് ടൈപ്പ് ഏതാണെങ്കിൽ അക്കൗണ്ട് എക്സ്പെൻസ് ടൈപ്പ് ഏതാണ് നമുക്ക് അതനുസരിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളിവിടെ ഒരു എക്സ്പെൻസ് ആഡ് ചെയ്യാൻ പോവാണ്. പെട്രോൾ എക്സ്പെൻസ് ആണ്. നറേഷൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ആഡ് ചെയ്യാം. എക്സ്പെൻസ് എമൗണ്ട് ഒരു 200 കൊടുക്കാം. അപ്പോൾ അതനുസരിച്ച് ടാക്സ് പെർസെൻറ്റേജ് കൊടുക്കുന്നതനുസരിച്ച് ടാക്സ് എമൗണ്ടും നെറ്റ് എക്സ്പെൻസും ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വരുന്നതാണ്. ഇത് നമുക്ക് സേവ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിവിടെ കൊടുത്ത എക്സ്പെൻസ് ഇവിടെ കാണാൻ പറ്റും സബ് ടോട്ടൽ. അത് മോഡിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം, എക്സ്പെൻസ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഈ എക്സ്പെൻസസ് നമുക്ക് പ്രിന്റ് എടുക്കാനും പറ്റുന്നതാണ്. പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി അഡ്വാൻസ് സെർച്ച് കൊടുക്കുകയാണെങ്കിൽ ഓരോ ട്രാൻസാക്ഷൻ നമ്പർ അല്ലെങ്കിൽ ഏത് ഡേറ്റിലാണ് എക്സ്പെൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, എത്ര എമൗണ്ട് പേ ചെയ്തു, അങ്ങനെയുള്ള എക്സ്ട്രാ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് എക്സ്പെൻസ് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ലാസ്റ്റ് ടോപ്പിക് ആണ് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്തുള്ള ഏതൊക്കെ എക്സ്പെൻസ് ആണ്, നമ്മൾ എന്തൊക്കെ ഡേറ്റയാണ് ഈ ഒരു സിസ്റ്റത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട്
റിപ്പോർട്ട്സ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ഈ അതിന് വേണ്ടിയിട്ട് റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യാം. അതിൽ തന്നെ എക്സ് റിപ്പോർട്ട്സ് വരുന്നുണ്ട്, സെഡ് റിപ്പോർട്ട്സ്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് വരുന്നുണ്ട്. അല്ലാണ്ട് തന്നെ നമുക്ക് ബാക്ക് ഓഫീസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ റിപ്പോർട്ട്സ് സെലക്ട് ചെയ്യാം. ഇതിൽ സെയിൽ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് കീഴിൽ ഡെയിലി ഇൻവോയ്സസ്, ഡെയിലി സമ്മറി, എക്സ് റിപ്പോർട്ട്, സെറ്റ് റിപ്പോർട്ട്, ക്രെഡിറ്റ് കളക്ഷൻസ്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് റിപ്പോർട്ടാണോ അല്ലെങ്കിൽ ഇതിന് ബേസ് ചെയ്തിട്ടാണ് റിപ്പോർട്ട് വേണ്ടത് അതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്ക് വെയിറ്റർ വൈസ് നമുക്ക് റിപ്പോർട്ട് വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് അത് കൊടുക്കാവുന്നതാണ്. ഇനി ഗ്രൂപ്പ് വൈസ് സെയിൽസ് ആണ് വേണമെങ്കിൽ അതും കൊടുക്കാം, ക്രെഡിറ്റ് സെയിൽസ് ആണ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് ടൈപ്പ് റിപ്പോർട്ടാണോ വേണ്ടത് അതനുസരിച്ച് നമുക്ക് ഇവിടുന്ന് പ്രിന്റ് എടുക്കാനും അത് ഏത് ഡേറ്റിനാണോ വേണ്ടത് ആ ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ഓരോ ഡീറ്റെയിൽഡ് റിപ്പോർട്ട്സ് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഒരു POS റെസ്റ്റോറൻറ്റ് POS അഡ്മിനിസ്ട്രേഷനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് POSൽ എന്തൊക്കെ ഓപ്പറേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻസ് ആണ് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു കൗണ്ടർ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഡേ സ്റ്റാർട്ട് എന്ന് പറഞ്ഞ കൗണ്ടർ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പം സെയിൽ ഡേറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടി നമുക്ക് ഡേറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഡേറ്റിൽ ഏതൊക്കെയാണ് അല്ല എത്ര ഓപ്പണിംഗ് ബാലൻസ് ആണ് വരുന്നത് ആ ഓപ്പണിംഗ് ബാലൻസും സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പം ഇതിന് ശേഷമാണ് ശരിക്കും നമ്മൾ POS സ്റ്റാർട്ട് ചെയ്യുന്നത്. പോയിന്റ് ഓഫ് സെയിൽ സെലക്ട് ചെയ്യാം. ഇതാണ് പോയിന്റ് ഓഫ് സെയിലിൻ്റെ ഒരു യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏത് ഡേറ്റ് ആണോ സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ എപ്പോഴാണ് ഈ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ സ്റ്റാർട്ടിങ് ഡേറ്റ് കാണിക്കുകയും ചെയ്യും. അതിൻ്റെ എത്ര ടൈമിലാണോ അത് സ്റ്റാർട്ട് ചെയ്തത് ആ ടൈം ഇവിടെ കാണിക്കുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ നേരത്തെ കുറച്ച് ഗ്രൂപ്പ് ഐറ്റംസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഗ്രൂപ്പ് ഐറ്റംസിൻ്റെ കീഴിലാണ് ഓരോ ഐറ്റംസ് വരുന്നത്. അപ്പോൾ ആ ഗ്രൂപ്പ് ഐറ്റംസ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ഓരോ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ഐറ്റം ആണോ ആ ഐറ്റം ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓരോ ഐറ്റവും ഓർഡർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ ഐറ്റത്തിൻ്റെ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേയ്മെൻറ്റ് അല്ലെങ്കിൽ ബില്ല് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെക്ഷനാണ് ഇവിടെ നമുക്ക് ഒരു ക്വാണ്ടിറ്റി, അതായത് നമ്മൾ ഓർഡറിൻ്റെ എത്ര ക്വാണ്ടിറ്റി വരുന്നുണ്ട്, അതിന് എത്ര പ്രൈസാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷൻ ഏതാണെന്ന് വെച്ചാൽ ഒരു ഓർഡർ എൻട്രി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഡൈൻ ഇൻ, ടേക്ക് അവേ, ഹോം ഡെലിവറി, ഓൺലൈൻ. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് മോഡാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ 4 ഓപ്ഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം സെലക്ട് ചെയ്യാൻ പോകുന്നത് ഡൈനിൻ ആണ്. ഡൈനിൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ടേബിൾ ലൊക്കേഷൻ ആണ്. ഏറ്റവും മുകളിൽ കാണുന്നത് ടേബിൾ ലൊക്കേഷൻ ആണ്, ഔട്ട്ഡോർ ആൻഡ് ഇൻഡോർ. അപ്പോൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കീഴിൽ എത്ര ടേബിൾസ് വരുന്നുണ്ടോ ആ ടേബിളിൻ്റെ നമ്പർ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തു. അപ്പം ഇവിടെയുള്ള ടേബിൾസ് എല്ലാം ഒരു ഗ്രീൻ കളറിലാണ് കാണുന്നത്. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ടേബിളും വേക്കൻ്റ് ആണ് എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ഒരു വേക്കൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ടേബിൾ സെലക്ട് ചെയ്യുക. ആ ടേബിൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ POSൻ്റെ ആദ്യം കണ്ട് യൂസർ ഇൻ്റർഫേസിലാണ് വരുന്നത്. ഇവിടെ നമ്മൾ സെലക്ട് ചെയ്ത ഏതാണ് ടേബിൾ നമ്പർ, ഏത് ടൈപ്പാണ് നമ്മൾ സെലക്ട് ചെയ്തത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം കാണാൻ പറ്റുന്നതാണ്. ഇനി ഒന്നുകൂടെ ഡൈനിൽ പോയി നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും കാണാൻ പറ്റുന്നില്ല. ലൈക്ക് ചെയ്യുക. ഇനി നമ്മൾ ഓരോ ഓർഡർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത ഐറ്റം അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റത്തിൽ ഒരെണ്ണം നമുക്ക് വേണ്ട എങ്കിൽ നമുക്ക് ഒരെണ്ണം ഡിലീറ്റ് ചെയ്യാം. ഞാനിവിടെ
ഫസ്റ്റ് വൺ എനിക്ക് വേണ്ട, അത് ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, ഫസ്റ്റ് വൺ ഇപ്പോൾ അത് ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഐറ്റം നെയിം. അപ്പം നമ്മൾ ഏതൊക്കെ ഐറ്റമാണ് സെലക്ട് ചെയ്തത് ആ ഐറ്റത്തിൻ്റെ നെയിം കാണുന്നുണ്ട്. എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതും കാണുന്നുണ്ട്. ആ ഓരോ ഐറ്റത്തിന് എത്ര പ്രൈസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ പ്രൈസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് മാറ്റി കൊടുക്കണമെങ്കിൽ ക്വാണ്ടിറ്റി നമുക്കതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. പിസ്സ ഒരു 2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതനുസരിച്ചിട്ട് പ്രൈസ് ആണ്, ഓരോ ക്വാണ്ടിറ്റി പെർ പ്രൈസും ചേഞ്ച് ആവുന്നുണ്ട്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓരോ ഐറ്റത്തിന് നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ മെസ്സേജസ് കൊടുക്കണമെങ്കിൽ അത് നമുക്ക് പറ്റുന്നതാണ്. ഇവിടെ കിച്ചൺ മെസ്സേജ് എന്ന് പറയും. അപ്പം ഒരു ഐറ്റം സെലക്ട് ചെയ്യുക, അതിൽ നമ്മൾ എക്സ്ട്രാ മെസ്സേജസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കിച്ചൺ മെസ്സേജ് എന്ന് പറയുന്ന ആ ഒരു ഐക്കൺ സെലക്ട് ചെയ്യുക. ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ഒരു മെസ്സേജ് കിടക്കുന്നു, ലോ ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഐറ്റം അനുസരിച്ചിട്ട് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഓരോ മെസ്സേജ് ഇവർക്ക് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ കോഫി സെലക്ട് ചെയ്തത് കൊണ്ട് ലോ ഷുഗർ എന്നുള്ള ഒരു ഓപ്ഷൻ ഒരു മെസ്സേജ് ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകണം. അപ്പം അതിവിടെ സേവ് ചെയ്യാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ മെസ്സേജും അവിടെ സേവ് ചെയ്യാവുന്നതാണ്. അപ്പം സേവ് ചെയ്തതിന് ശേഷം നമുക്ക് കാണാൻ പറ്റും, നമ്മൾ കോഫിയുടെ ആ ഒരു അണ്ടറിൽ ലോ ഷുഗർ എന്ന് പറയുന്ന മെസ്സേജ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കിച്ചൺ മെസ്സേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഒന്നുകൂടെ ഡൈനിൽ പോവാണ്. ഇപ്പം ഡൈനിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഫുൾ ഗ്രീൻ ആയിരുന്ന ടേബിൾസ് എല്ലാം ഇപ്പോൾ അതിലൊരെണ്ണം റെഡ് കളർ ആയിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ടേബിൾ നമ്പർ 2 എന്ന് പറയുന്നത് ഇപ്പോൾ ഒക്കുപ്പൈഡ് ആണ്. അപ്പോൾ ഒക്കുപ്പൈഡ് ആയത് കൂടാതെ അതിന് കുറച്ച് ഡീറ്റെയിൽസ് എക്സ്ട്രാ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വെയിറ്റർ, ആ ടേബിളിൽ അസൈൻ ചെയ്തിട്ടുള്ള ഏത് വെയിറ്റർ ആണോ ആ വെയിറ്ററിൻ്റെ ഡീറ്റെയിൽസ് ആണിത്. പിന്നെ ഒരു എമൗണ്ട്, ടോട്ടൽ എമൗണ്ട് എത്രയാണ് ആ ടേബിളിൽ വന്നിരിക്കുന്ന ടോട്ടൽ എമൗണ്ട്, എത്ര സമയമായിട്ട് ഈ ഒരു ടേബിൾ ഒക്കുപ്പൈഡ് ആണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത്, ഈ ടേബിൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇപ്പോൾ അതായത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ വേറൊരു ഇൻഡിവിജ്വലിനും കൂടെ നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ നമുക്ക് ടേബിൾ സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഈ ഓൾ എന്ന് പറയുന്ന ബട്ടൺ യൂസ് ചെയ്ത് ഇവിടെ സ്പ്ലിറ്റ് ടേബിൾസ് എന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ഓർഡർ സെലക്ട് ചെയ്തതിന് ശേഷം ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്പ്ലിറ്റ് ടേബിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ ആ സ്പ്ലിറ്റ് ടേബിൾ കൊടുക്കുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആ ടേബിൾസ് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്നും കൂടെ നമുക്ക് ഡൈനിങ് ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ, ഇവിടെ 2.1 എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഒരു ബോക്സ് കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 2 എന്ന് പറയുന്ന ടേബിൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഒരു തവണ സ്പ്ലിറ്റ് ചെയ്തെന്നാണ് എൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെയും വെയിറ്റർ ഏതാണോ സെയിം വെയിറ്റർ തന്നെയാണ്. പിന്നെ എത്ര ടൈമായിട്ട് അത് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ എത്ര എമൗണ്ട് ആണ് ഇവിടെ വരുന്നത്, എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ടേബിൾ സ്പ്ലിറ്റ് ചെയ്യുക. ഇനി ഈ ഒരു ഒക്കുപ്പൈഡ് ആയിട്ടുള്ള ടേബിൾ വേക്കൻ്റ് ആകണമെങ്കിൽ അവിടെ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആയതിനു ശേഷമേ അങ്ങനെ ഒരു കാര്യം സാധ്യമാകത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ നടന്ന ആ ഒരു ടേബിളിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ പേയ്മെൻറ്റ് ഇവിടെ ടോട്ടൽ ക്യാഷ് ഇവിടെ കാണിക്കുന്നുണ്ട്, നെറ്റ് ടോട്ടൽ എത്ര കാണിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ക്യാഷ് കൊടുക്കാം. അപ്പോൾ ഇത് ബാലൻസ് ആണ് വരുന്നത്, കസ്റ്റമർക്ക് എത്ര ബാലൻസ് വരുന്നുണ്ട് ആ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ കൊടുക്കുമ്പോൾ നമുക്കിവിടെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തതിൻ്റെ ആ ബില്ല് നമുക്കിവിടെ വിസിബിളായിട്ട് വരും. അതായത് ഏത് ഐറ്റം ആണ്, എത്ര ഐറ്റം ഉണ്ട്, അതിൻ്റെ പ്രൈസ് എത്രയാണ്, ക്വാണ്ടിറ്റി എത്രയാണ്, ടോട്ടൽ ക്യാഷ് എത്രയായി, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് വരുന്നത്. പോരാത്തതിന് ടോക്കൺ നമ്പർ എത്രയാണ്, ഏത് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ ഡൈനിങ് ആയതുകൊണ്ട് ഡൈനിങ്ങിൻ്റെ ഒരു ബില്ലിൽ ഡൈനിങ് എന്ന് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ്
ഇതിൽ വരുന്നത്, ബില്ലിൽ വരുന്നത്. പോരാത്തതിന് ഡേറ്റ് വരുന്നുണ്ട്, ഇൻവോയ്സ് നമ്പറും പിന്നെ വെയിറ്ററിന്റെ ഡീറ്റെയിൽസും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഒരു ഡൈനിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് ടേക്ക് അവേ ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമുക്ക് ഓരോ ഐറ്റംസ് സെലക്ട് ചെയ്യാം. ടേക്ക് അവേയിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ കുറേ ടേക്ക് അവേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതും ഡയറക്റ്റ് പേ ചെയ്യാവുന്നതാണ്. 48 ടേക്ക് അവേയിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം ബില്ല് പ്രിന്റ് ചെയ്ത് വരുന്നതാണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് നമുക്ക് ഓരോ ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽസും എത്ര പ്രൈസായി എത്ര ക്വാണ്ടിറ്റി ആയി എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഹോം ഡെലിവറി. നമ്മൾ യൂസ് ചെയ്യുന്ന മോഡ് ഹോം ഡെലിവറി ആണെങ്കിൽ, അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഹോം ഡെലിവറി ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ടൈപ്പ് ഡെലിവറി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇവിടെ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യമുണ്ട്. അതായത് നമ്മൾ ഹോം ഡെലിവറി ആകുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലോട്ട് നമുക്ക് കൊടുക്കണം. പർട്ടിക്കുലർ ഒരു കസ്റ്റമറിനായിരിക്കണം ഈ ഒരു ഡെലിവറി കൊടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കസ്റ്റമറെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിനുള്ളിൽ ക്ലിക്ക് ചെയ്യാം. അതിന് മുന്നേ നമുക്ക് സെലക്ട് ചെയ്യാം കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഫീൽഡ്സ്. അതായത് ആർക്കാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അവരാണ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കസ്റ്റമേഴ്സിനെ ഒന്നെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പുതിയ കസ്റ്റമേഴ്സിനെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സെർച്ച് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് പുതിയ കസ്റ്റമറിനെ ക്രിയേറ്റും ചെയ്യാം. ഈ ഒരു ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സെർച്ച് കസ്റ്റമർ കൊടുത്തപ്പം ഇവിടെ 2 കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഒരു കസ്റ്റമറിനെ സെലക്ട് ചെയ്യാം. ഓക്കെ, സേവ് കൊടുക്കാം. അപ്പം നമ്മൾ കസ്റ്റമറിനെ സെലക്ട് ചെയ്തതിന് ശേഷം ആ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ ഡെലിവറി ടു ഏത് കസ്റ്റമർ ആണോ കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടുണ്ട്. പോരാത്തതിന് വെയിറ്റർ ഏതാണോ കൊടുത്തിരിക്കുന്ന വെയിറ്റേഴ്സ് അല്ലെങ്കിൽ ഏത് വെയിറ്ററിനാണോ അസൈൻ ചെയ്തിരിക്കുന്നത് ആ ഡീറ്റെയിൽസും വന്നിട്ടുണ്ട്. ഡെലിവറി സ്റ്റേറ്റസും വന്നിട്ടുണ്ട്. ഈ ഡെലിവറി എന്ന് പറയുന്നത് പെയ്ഡ് അല്ല, പേയ്മെന്റ് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഡെലിവറി എന്ന് പറയുന്നത് പെൻഡിങ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, നമുക്കിനി ഈ ഒരു ഹോം ഡെലിവറിയുടെ ഡീറ്റെയിൽസ് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബട്ടണിൽ ഹോം ഡെലിവറി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് അതായത് ഡെലിവറി സ്റ്റേറ്റസ് കാണാൻ പറ്റും. പെൻഡിങ് ആണോ അതോ ഡിസ്പാച്ച്ഡ് ആണോ ഫിനിഷ്ഡ് ആണോ എന്ന് കാണാൻ പറ്റും. ഇവിടെ ഞാൻ ഒരു ഓർഡറാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഇത് പെൻഡിങ് ആയിട്ടാണ് കിടക്കുന്നത്. ആ ഒരു പെൻഡിങ് ആയിട്ടുള്ള ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുക്കുന്നത്. ഏത് നമ്പറാണ്, ഓർഡർ നമ്പർ എത്രയാണ്, എത്ര ടൈമായിട്ടാണ് ഇത് ഡെലിവറി ചെയ്യാൻ നിൽക്കുന്നത്, ഓർഡർ ടൈം, കസ്റ്റമർ ഏതാണ്, കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ്, അഡ്രസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡെലിവറി സ്റ്റേറ്റസ് പെൻഡിങ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. പെൻഡിങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രീൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഓരോ 5 മിനിറ്റ്സ് കൂടുന്നതനുസരിച്ചിട്ട് ഈ ഒരു ബോക്സ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റസിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നതാണ്. പെൻഡിങ് ലേറ്റ് ആവുകയാണെങ്കിൽ ഇത് റെഡ് കളറിലോട്ട് ചേഞ്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പം ഡിസ്പാച്ച് ചെയ്താലും ഫിനിഷ് ചെയ്താലും അതനുസരിച്ച് കളർ ചേഞ്ച് ഈ ഒരു ഡേറ്റയ്ക്ക് വരുന്നതാണ്. അടുത്തതായിട്ട് ഡെലിവറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡ്രൈവറിനെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈവറിനെ സെലക്ട് ചെയ്യാം. ഓപ്ഷൻസിൻ്റെ ഉള്ളിൽ അസൈൻ ഡ്രൈവർ കൊടുക്കുക. അപ്പോൾ ഇതിലൊരു ഓൾറെഡി ഒരു ഡെലിവറി ബോയ് അല്ലെങ്കിൽ നമ്മൾ യൂസർ 2 എന്ന് പറയുന്നൊരു ഡ്രൈവർ ഉണ്ട്, അതിന് നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഡ്രൈവറിനെ സെലക്ട് ചെയ്തപ്പോൾ ഡെലിവറി സ്റ്റേറ്റസ് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ആയത് കാണാൻ പറ്റും. അതായത് നേരത്തെ പെൻഡിങ് ആയി കിടന്ന ആ ഒരു ഡെലിവറി സ്റ്റേറ്റസ് എന്ന് പറയുന്നത് ഡിസ്പാച്ച്ഡ് എന്ന് നമുക്ക് കാണാം. അത് നമുക്ക് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ ഹോം ഡെലിവറി സെർച്ച് ബട്ടണിൽ നിന്ന് ഹോം ഡെലിവറി സെലക്ട് ചെയ്യുക. അപ്പം നേരത്തെ പെൻഡിങ് ആയി കിടന്ന ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്പാച്ച്ഡ് ആയെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കളർ അതനുസരിച്ച് ചേഞ്ച് ചെയ്തു. നേരത്തെ ഗ്രീൻ ആയത് ഇപ്പോൾ ഡിസ്പാച്ച്ഡ് ആയപ്പോൾ ബ്ലൂ കളർ ആയിട്ടുണ്ട്. ഡെലിവറി സ്റ്റേറ്റസ് ഇവിടെ കാണാം. അതായത് ഡിസ്പാച്ച്ഡ് ബൈ ഏത് യൂസർ ആണെങ്കിൽ ഏത് ഡ്രൈവർ ആണോ ഡിസ്പാച്ച് ചെയ്തത്
ഏത് ടൈമാണോ അത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഈ ഒരു ഡേറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇവിടെ ഡ്രൈവറെ നമുക്ക് ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹോം ഡെലിവറി കഴിഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിന്റെ പേയ്മെന്റ് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ ഇത്രയും എമൗണ്ട് ആണ് വരുന്നത്. നമുക്കൊരു 8 കൊടുക്കാം. 8 കൊടുക്കുമ്പോൾ ബാക്കി 8.700 എന്ന് പറയുന്ന എമൗണ്ട് ബാലൻസ് ആയിട്ട് കസ്റ്റമറിന് കൊടുക്കണം. നമുക്കിത് പേ ചെയ്യാം. നമുക്ക് ഏത് മോഡ് വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം. വിസ കാർഡ് ആണെങ്കിൽ മാസ്റ്റർ കാർഡ്സ് അല്ലെങ്കിൽ അതർ ഓപ്ഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. ഈ അതർ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും UPI നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം ആഡ് ചെയ്യുന്നത് നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ടായിരിക്കും. അപ്പം നമുക്ക് ഈ പേയ്മെന്റ് ഓക്കെ കൊടുക്കാം. നമ്മൾ പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ബില്ലാണ് വന്നിരിക്കുന്നത്. ഈ ബില്ല് ഇവിടെ നമുക്ക് കാണാം. അതിൽ കസ്റ്റമർ ഏതാണ്, കസ്റ്റമറിന്റെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ, എത്ര ഐറ്റം ആണ് ഓർഡർ ചെയ്തത്, ആ ഐറ്റത്തിന്റെ പ്രൈസ്, ക്വാണ്ടിറ്റി, എത്രയാണ് ടോട്ടൽ വരുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ്. അതായത് ഡെലിവറി ബോയ് ഏതാണ്, അയാളുടെ ഡീറ്റെയിൽസ്, വെയിറ്റർ ഏതാണ്, അത്രയും ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ബില്ലിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. പോലെ തന്നെ ടോക്കൺ നമ്പറും ഏത് മോഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹോം ഡെലിവറി ആയതുകൊണ്ട് തന്നെ ഡെലിവറി എന്ന് പറയുന്ന ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇനി ഈ സെർച്ച് ബട്ടൺ നമ്മൾ ഒരിക്കലും യൂസ് ചെയ്തു. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടേക്ക് അവേ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഹോം ഡെലിവറി ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. അതായത് മോഡ് ഓഫ് ഒരു ഡെലിവറി അല്ലെങ്കിൽ ഓർഡറിങ് ആണ് നമ്മളിവിടെ കാണുന്നത്. അപ്പം പോരാ തന്നെ ഓൾ ടോക്കൺസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള 4 ടൈപ്പ് ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു 4 ടൈപ്പിലും എത്രത്തോളം ഏതൊക്കെ ടോക്കൺ ആണ് ജനറേറ്റ് ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് കാണുന്നത്. ഇപ്പം നമുക്ക് ഡൈനിങ് സെലക്ട് ചെയ്ത് നോക്കാം. ഡൈനിങ് സെലക്ട് ചെയ്തപ്പോൾ അതിൽ എപ്പോഴാണ് ഓപ്പൺ ആയത്, ചെക്കൗട്ട് ചെയ്തോ, പേ ചെയ്തോ, ക്ലോസ് ചെയ്തോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുന്നു. പിന്നെ ടോക്കൺ നമ്പർ എത്രയാണ്, ഏത് ടേബിൾ നമ്പർ ആണ്, ഓർഡർ ടൈപ്പ് ഏതാണ്, ഡേറ്റ്, ടൈം, പിന്നെ ടോട്ടൽ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഈ ഒരു വിൻഡോയിൽ നിന്ന് മാത്രമേ നമുക്ക് ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഈ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയും ചെയ്യാം. അല്ലാതെ തന്നെ നമുക്ക് ടേബിൾ സ്പ്ലിറ്റ് ചെയ്യാനും ടേബിൾ ട്രാൻസ്ഫർ ചെയ്യാനും ടേബിൾ മെർജ് ചെയ്യാനുള്ള ചാൻസ് ഇവിടെ ഉണ്ട്, ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പം ടേബിൾ സ്പ്ലിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു. ടേബിൾ ട്രാൻസ്ഫർ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ടേബിളിൽ നിന്നുള്ള ഐറ്റം നമുക്ക് വേറൊരു ടേബിളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ടേബിൾ ട്രാൻസ്ഫർ യൂസ് ചെയ്യാം. മെർജ് ചെയ്യണമെങ്കിൽ ഇത് സ്പ്ലിറ്റായി കിടക്കുന്ന ടേബിൾസിന് നമുക്ക് മെർജ് ചെയ്യിക്കാം. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് മെർജ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇനി ടേക്ക് അവേ യൂസ് ചെയ്യുകയാണെങ്കിൽ ടേക്ക് അവേയിൽ നമ്മൾ എന്തൊക്കെ ടോക്കൺസ് ആണ് ജനറേറ്റ് ചെയ്തത് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ ഡെലിവറിയിലും എന്തൊക്കെയാണുള്ളത് അങ്ങനെയുണ്ട് നമുക്ക് മൊത്തം ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് KOT പറ്റിയിട്ടാണ്. KOT എന്ന് പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ ഐറ്റംസ് ആണ് ഓർഡർ ചെയ്തത്, അത് എവിടെയൊക്കെ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് KOT യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. ഇതിവിടെ നേരത്തെ പേയ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് പെയ്ഡ് എന്ന് കാണിക്കുന്നത്. ഇനി KOT ആണ്. KOT എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഏതൊക്കെയാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസിനെ പറ്റിയിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ആണ് അതിനെ പ്രിന്റ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് സെലക്ട് ചെയ്യാം, എന്നിട്ട് ഇതിന് KOT ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനു മുന്നേ ഒരു മോഡ് സെലക്ട് ചെയ്യണം. എന്നിട്ട് ഐറ്റംസ് സെലക്ട് ചെയ്യാം, KOT ആഡ് ചെയ്യാം. KOT ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തത് ആ ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റിയും ഐറ്റത്തിൻ്റെ നെയിമും നമുക്ക് കാണാൻ പറ്റും. പോരാത്തതിന് ഏത് മോഡാണ് യൂസ് ചെയ്തത് അത് നമ്മുടെ വിസിബിൾ ആണ്. വെയിറ്റർ ഏതാണ്, ഏത് പ്രിന്ററിലാണ് നമ്മൾ ഇത് പ്രിന്റ് ചെയ്തെടുക്കുന്നത്, ഡേറ്റ് എത്രയാണ്, ടൈം എത്രയാണ്, ഓർഡർ നമ്പർ എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് KOT വഴി നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ KOT ഒരിക്കലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു ഐറ്റത്തിന് നമുക്ക് ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു കാര്യമുണ്ട്. പോരാത്തതിന് ഇവിടെ കൊടുത്തിരിക്കുന്ന 3 ഐറ്റം ഓൾറെഡി KOT സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു ഐറ്റം കൂടെ ഞാൻ ഓർഡർ ചെയ്യാന്ന് വെച്ചു. ആ ഓർഡർ ചെയ്യുന്ന ഐറ്റത്തിന്
എക്സ്ട്രാ ഒരു KOT ആയിരിക്കും നമുക്ക് പ്രിന്റ് ചെയ്ത് വരുന്നത്. കോൾഡ് കോഫിയാണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു KOT ആണ് ഇവിടെ വന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരു ഓർഡർ എൻട്രി, വേറെ ഓർഡർ എൻട്രി നമുക്ക് എങ്ങനെയൊക്കെ ഓർഡർ എടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഐറ്റം സെലക്ട് ചെയ്യാൻ പറ്റും, എങ്ങനെ പേയ്മെന്റ് ചെയ്യാം, വേറെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യാം നമുക്ക് പറയാം. ഇപ്പം ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഇവിടെ കുറച്ച് ബട്ടൺസ് പറയുന്നുണ്ട്, കോഡ്, ഐറ്റം ആൻഡ് റേറ്റ്. അപ്പോൾ നമ്മൾ ചില ഐറ്റത്തിന് അതിൻ്റേതായിട്ടുള്ള കുറച്ച് കോഡ് ഉണ്ടാവും. ചിലപ്പം കോഡ് നെയിം ഐറ്റം നെയിം വെച്ചിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഐറ്റത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഓർഡർ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഐറ്റം എന്ന് പറയുന്ന ബട്ടൺ ഞാൻ സെലക്ട് ചെയ്തു. ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഐറ്റത്തിന് നമുക്ക് സെർച്ച് ചെയ്തിട്ട് ഇവിടുന്ന് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പം കോഫി ആണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത് ഏത് ഗ്രൂപ്പിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഓരോ ഐറ്റം സെലക്ട് ചെയ്യണം. ഇപ്പോൾ കോഫി ഞാൻ സെലക്ട് ചെയ്തു. കോഫി സെലക്ട് ചെയ്തിട്ട് ബില്ല് പേ ചെയ്യാണ്. KOT അവിടുന്ന് പ്രിന്റ് ചെയ്യാം. ഇവിടുന്ന് പേ ചെയ്തു. ഇപ്പോൾ കാണിക്കുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പം അതും പേയ്മെന്റ് കഴിഞ്ഞു. പേയ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ബിൽ ഡീറ്റെയിൽസ് ആണ് ഈ വരുന്നത്. ഇനി ഐറ്റത്തിന് നമ്മൾ നെയിം വെച്ചിട്ട് ഇപ്പോൾ സെർച്ച് ചെയ്തു. ഇനി നമ്മൾ കോഡ് ഉണ്ടെങ്കിൽ കോഡ് യൂസ് ചെയ്യാം. അഥവാ നമുക്ക് ഈ ഓരോ ഐറ്റത്തിൻ്റെ റേറ്റ്, നമുക്ക് സെയിൽ റേറ്റ് നമുക്ക് മാറ്റണമെങ്കിൽ ഈ ഒരു ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്കതിന് പറ്റുന്നതാണ്. പക്ഷേ നമുക്ക് സൂപ്പർവൈസറിൻ്റെ പാസ്വേഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ സാധിക്കുള്ളൂ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ടേബിൾ മെർജിനെ പറ്റിയിട്ടാണ്. അത് ഡൈനിങ്ങിൻ്റെ കേസിലാണ് ടേബിൾ മെർജൊക്കെ വരുന്നത്. ഇപ്പോൾ ഡൈനിങ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ് സാധാരണ ടേബിൾ മെർജ് യൂസ് ചെയ്യുന്നത്. അതിനു വേണ്ടി ആദ്യം നമ്മളൊരു ടേബിൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ടേബിൾ മെർജ് ചെയ്യാവുന്നതാണ്. മെർജ് ചെയ്ത് കഴിഞ്ഞ് ആ മെർജ് ചെയ്ത ഡീറ്റെയിൽസ് നമ്മൾ ഡൈനിൽ വന്ന് നോക്കുമ്പോൾ അവിടെ അത് വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇപ്പം ഒരു ടേബിൾ സെലക്ട് ചെയ്തു. ഓപ്ഷൻസ് മെർജ് ടേബിൾ. അപ്പം ടേബിൾ നമ്പർ ഫ്രം ടേബിൾ 27 എന്ന് പറഞ്ഞ ടേബിളിൽ നമ്മൾ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ അല്ലെങ്കിൽ ടേബിളിലോട്ട് നമ്മൾ ഈ ഒരു ടേബിൾ മെർജ് നടത്തണമെങ്കിൽ, ഇപ്പം ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ 3 ആണ്. 3 സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ നേരെ ഡൈനിൽ വന്ന് നോക്കുക. ഡൈനിൽ വന്ന് നോക്കുമ്പോൾ നമുക്ക് അത് കാണാൻ പറ്റും. അതായത് മെർജ്ഡ് എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. മെർജ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഇത് കാണാൻ പറ്റുന്നത്. ഇതേപോലുള്ള വേറൊരു ഓപ്പറേഷനാണ് ടേബിൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അതായത് ടേബിൾ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിലും ഒരു ടേബിൾ സെലക്ട് ചെയ്യുക, അതിൽ ഓർഡർ പ്ലേസ് ചെയ്യുക, ഓപ്ഷൻസ് സെലക്ട് ചെയ്യുക, ടേബിൾ ട്രാൻസ്ഫർ. നമ്മൾ ഒരു ടേബിളിൽ നിന്നും വേറൊരു ടേബിളിലോട്ട് ഐറ്റത്തിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ടേബിൾ ട്രാൻസ്ഫർ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നമുക്കൊരു ടേബിൾ കൊടുക്കാം. 2 എന്ന് പറഞ്ഞ ടേബിളിൽ നിന്നും ഇത്രയും ഐറ്റം എനിക്ക് ഫോർത്ത് ടേബിളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇവിടെ ലൊക്കേഷൻ പറയുന്നത് ഇൻഡോർ ആണ്. ഇത് ഓക്കെ കൊടുക്കാം. വെയിറ്റർ ABC തന്നെയാണ് കൊടുത്തിട്ട്. അപ്പം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇവിടെ പോപ്പപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഓക്കെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ കൊടുത്തപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഏത് ഐറ്റം ആണോ ആ ഐറ്റം ഇങ്ങോട്ട്, അതായത് ഫോർത്ത് ടേബിളിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ കോൾഡ് കോഫി ആണെങ്കിൽ അതേപോലെ നമുക്ക് ചെയ്യാം. ഓക്കെ, ആ കോൾഡ് കോഫി നമുക്ക് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ്
ടേബിളിൽ നിന്ന് ഓരോന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഇവിടെ വരുന്ന ഓപ്ഷൻസിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നമുക്ക് സാധിക്കും നോക്കാം. അപ്പം ഇതിൽ നമുക്ക് ഓർഡർ ചേഞ്ച് ചെയ്യാം, ഓർഡർ ഏത് ടൈപ്പാണോ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. അസൈൻ ഡ്രൈവർ, ഇത് ഹോം ഡെലിവറിയുടെ കേസിൻ്റെയാണ് അസൈൻ ഡ്രൈവർ വരുന്നത്. നമുക്ക് വെയിറ്ററിനെ ചേഞ്ച് ചെയ്യാം. ടേബിൾ ഐറ്റംസ് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്തു, ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാം. ടേബിൾ മെർജ് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. സെയിൽ റിസീപ്റ്റ്സ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ്. അതായത് ഈ ഒരു ഡേയിൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്രത്തോളം സെയിൽ നടന്നിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് ഇതിന് റെസിപ്റ്റ് ആയിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് റീപ്രിന്റ് ചെയ്യാനും ഓർഡർ ചെയ്യാനും ഇൻവോയ്സ് നമ്പർ, സെയിൽ ഡേറ്റ് ഏതാണ്, ഓർഡർ ടൈപ്പ് ഏതാണ്, ടോട്ടൽ എമൗണ്ട്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇതിന്ന് കിട്ടുന്നതാണ്. ഇനി സെയിൽസ് സ്റ്റേറ്റസ് കാണാൻ പറ്റും. കസ്റ്റമർ ഏതൊക്കെ കസ്റ്റമേഴ്സ് ഉണ്ടോ കസ്റ്റമറിന്റെ ലിസ്റ്റ്, കസ്റ്റമർ ഓർഡർ ഹിസ്റ്ററി, ക്രെഡിറ്റ് കളക്ഷൻ, കോൾ ലോഗ്, ഓപ്പൺ ക്യാഷ് ഡ്രോവർ, ബൾക്ക് സെറ്റിൽമെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് കാണാൻ പറ്റുന്നതാണ്. ഇനി ബൾക്ക് സെറ്റിൽമെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹോം ഡെലിവറി എടുത്ത് നോക്കുമ്പോൾ അതിൽ ഡ്രൈവറിന്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പം അതിലായിട്ടാണ് മെയിൻ നമ്മൾ ഈ ബൾക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പേയ്മെന്റ് സെറ്റിൽ ചെയ്യണമെങ്കിൽ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സെറ്റിൽ ചെയ്യണമെങ്കിൽ ബൾക്ക് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഇവിടെ ബൾക്ക് സ്റ്റേറ്റ്മെന്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഡെലിവറി സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. ഇവിടെ ഓളെന്നാണ് കൊടുത്തിരിക്കുന്നത്. അത് സെലക്ട് ചെയ്യുമ്പോൾ ഏത് ഡെലിവറി ബോയ് ആണോ ഉള്ളത് അല്ലെങ്കിൽ ഏത് ഡ്രൈവർ ആണോ ഉള്ളത് നമുക്ക് അതനുസരിച്ച് സെലക്ട് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്ന് പേ കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഏത് പേയ്മെന്റ് ആണോ നടത്തേണ്ടത് ആ പേയ്മെന്റ് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് ചെയ്യാവുന്നതാണ്. അതിന്റെ ടോട്ടൽ എമൗണ്ടിന്റെ ഡീറ്റെയിൽസും ഏത് കസ്റ്റമർ ആണോ ഏത് ലൊക്കേഷനിലോട്ടാണ് കൊടുക്കുന്ന ആ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് വോയിഡിനെ പറ്റിയാണ്. വോയിഡ് എന്ന് പറയുന്നത് നമുക്ക് ഏതെങ്കിലും ഐറ്റംസ് അല്ലെങ്കിൽ ഓർഡർ നമുക്ക് ക്യാൻസൽ ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോയിഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത്രയാണ് പി എസിന്റെ ബേസിക് ആയിട്ട് വരാനുള്ളത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ക്രെഡിറ്റ് കളക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പം ക്രെഡിറ്റ് കളക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതിൽ നമുക്ക് കസ്റ്റമർ ലെഡ്ജറിന്റെ ഡീറ്റെയിൽസ് വിസിബിൾ ആവാനും, ഒരു കസ്റ്റമർ ആ ഒരു ഡേയിൽ എന്തൊക്കെയാണ് ബൈ ചെയ്തത് ആ ഡീറ്റെയിൽസ്, അതിന്റെ ബില്ലിംഗ് ഡീറ്റെയിൽസ്, എമൗണ്ട് എത്രയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ക്രെഡിറ്റ് കളക്ഷനിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പം അതിനുവേണ്ടി ക്രെഡിറ്റ് കളക്ഷൻ സെലക്ട് ചെയ്യാം. ഇപ്പം ഇതിൽ ഓരോ കസ്റ്റമേഴ്സിനെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കസ്റ്റമർ 2 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് റെസിപ്റ്റ് ആയിട്ട് കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ ചോദിക്കുന്നുണ്ട്. അതായത് ട്രാൻസാക്ഷൻ നമ്പർ, ഏത് ഡേറ്റിലാണോ, കസ്റ്റമറിന്റെ നെയിം, റിസീവ്ഡ് എമൗണ്ട് എത്രയാണോ നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ബാലൻസ് എത്രയുണ്ടോ, പേയ്മെന്റ് അത് ഏത് മോഡാണ് ഇവിടെ പേയ്മെന്റ് നടത്തിയത്, നോട്ട് ഏതാ എൻറ്റർഡ് ബൈ എൻട്രി ഡേറ്റ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്ത് ഇത് നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ ഒരു ക്രെഡിറ്റ് കളക്ഷൻ റെസിപ്റ്റ് ഇവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് പ്രിന്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഒന്നുകൂടെ ക്രെഡിറ്റ് കളക്ഷൻ എടുത്തിട്ട് ഇതിൽ ഷോ ലെഡ്ജർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു കസ്റ്റമർ 2-ൽ എന്തൊക്കെ ഓപ്പറേഷൻസ് ആണോ നടന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത് ആ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഇതിന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് കളക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇനി അപ്പം അടുത്തതായിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുന്നത് പേയ്മെന്റ് ചെയ്യുന്നതിൽ ഒരു മെത്തഡാണ് ക്രെഡിറ്റ് സെയിൽ വരുന്നത്. അപ്പം ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. പോയിന്റ് ഓഫ് സെയിൽ എടുക്കുക. ഇതിൽ ഒന്നുകിൽ നമുക്ക് പേയ്മെന്റ് നടത്താം. അപ്പം അതിനു മുന്നേ കുറച്ച് ഐറ്റം ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടുന്ന് പേയ്മെന്റ് കൊടുക്കാം. പേയ്മെന്റിൽ
ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ക്രെഡിറ്റ് സെയിൽ നടത്താവുന്നതാണ്. അപ്പോൾ അതിന് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. കസ്റ്റമറിനെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് തന്നെ ആ ഒരു ബില്ലായിട്ട് തന്നെ പോവുകയാണ്. കസ്റ്റമറിനെ സെലക്ട് ചെയ്തപ്പോൾ കസ്റ്റമർ റിപ്പോർട്ട്, അതായത് ആ ബിൽ റിപ്പോർട്ട് ഡയറക്റ്റ്ലി നമുക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നതാണ് ഈ ഒരു ക്രെഡിറ്റ് സെയിൽ യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇതുകൂടാതെ ഇപ്പം പെയ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നതാണ്, കാരണം അത് ഡയറക്റ്റ്ലി അവിടെ പേയ്മെൻ്റ് ആണ് നടന്നത്. ക്രെഡിറ്റ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ബൈ ക്യാഷ് യൂസ് ചെയ്തിട്ടായിരിക്കാം അവിടെ പേയ്മെൻറ്റ് മെത്തേഡ് നടത്തുന്നത്. അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഡിസ്കൗണ്ടിനെ പറ്റിയിട്ടാണ്. അപ്പം അതും നമുക്ക് POS തന്നെ സെലക്ട് ചെയ്യാം. ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്, അതർ ഡിസ്കൗണ്ട് ആൻഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ അതർ ഡിസ്കൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ കുറച്ച് ഡിസ്കൗണ്ട് വൗച്ചേഴ്സ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഡിസ്കൗണ്ട് വൗച്ചേഴ്സിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ആണ് ഈ ഒരു അതർ ഡിസ്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഐറ്റം സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം അതിനുശേഷം അതർ ഡിസ്കൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ അതർ ഡിസ്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഡിസ്കൗണ്ട് വൗച്ചർ, അവൈലബിൾ ആയിട്ടുള്ള ഡിസ്കൗണ്ട് വൗച്ചേഴ്സ് ഏതാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇവിടെ എക്സ്മസ് എന്ന് പറയുന്ന ഒരു ഡിസ്കൗണ്ട് വൗച്ചറാണ് കൊടുക്കുന്നത്. അപ്പോൾ എത്ര ബിൽ എമൗണ്ട് എന്ന് പറയുന്നത് 547 ആയിരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കി 136 ആയി. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അതർ ഡിസ്കൗണ്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. നമുക്കിത് ഓക്കെ കൊടുക്കാം. ഡിസ്കൗണ്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ബില്ല് ഇവിടുന്ന് പ്രിന്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് ആ ഒരു ബിൽ എമൗണ്ടിൽ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് ഒരു ബില്ല് ക്ലോസ് ചെയ്യുന്നത് നോക്കാം. അപ്പം ഒരു സെയിൽ ഓപ്ഷൻസിൽ വരുന്നതാണ് ഈ ബില്ല് ക്ലോസ് ചെയ്യാന്ന് പറഞ്ഞത്. അപ്പോൾ സെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബില്ല് നമുക്ക് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ 2 തരത്തിൽ നമുക്ക് ആ ഒരു ബില്ല് ക്ലോസ് ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ ഇവിടുന്ന് പേയ്മെൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ബില്ല് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ്ലി നമുക്ക് പേയ്മെൻറ്റ് ക്യാഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് പേയ്മെൻറ്റ് യൂസ് ചെയ്യുക. ഏതാണോ നമ്മുടെ മെത്തേഡ് ഏതാണോ അത് വെച്ചിട്ട് നമുക്ക് ഇവിടുന്ന് പേയ്മെൻറ്റ് നടത്താം. അല്ലാണ്ട് തന്നെ നമുക്ക് ബില്ല് യൂസ് ചെയ്ത് ക്യാഷ് കൊടുത്ത് ഡയറക്റ്റ്ലി പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക്, അതായത് എങ്ങനെയാണ് ബില്ല് ക്ലോസ് ചെയ്തത് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഈ ഒരു സെയിൽ റെസിപ്റ്റിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. എമൗണ്ട് പേയ്മെൻറ്റ് മോഡ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അല്ലെങ്കിൽ വോർഡ് ഉണ്ടോ, അല്ലെങ്കിൽ ഏത് ഡേറ്റ് ആണ്. അപ്പോൾ നമ്മളൊരു ബില്ല് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണണമെങ്കിൽ സെയിൽ റെസിപ്റ്റിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു POSൽ വരെ. ഇനി എങ്ങനെയാണ് ഈ ഇതിൻ്റെ ഓപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഡേ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഡേ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ ഡേ ക്ലോസ് എന്ന് പറയുന്ന ഇത് സെലക്ട് ചെയ്യുക, ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ ക്യാഷ് കൗണ്ടർ ക്ലോസിംഗ് റിപ്പോർട്ട് വരുന്ന പോപ്പപ്പ് ചെയ്ത് വരുന്നതാണ്. അതായത് ഈ ഒരു ഡേയിൽ എന്തൊക്കെ സെയിലാണ് നടത്തിയിരിക്കുന്നത്, ആ സെയിലിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്, എത്ര ക്രെഡിറ്റ് കളക്ഷൻസ് വരുന്നുണ്ട്, ടോട്ടൽ സെയിൽ എത്രയാണ് നടക്കുന്നത്. അപ്പം അത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് ആ ഒരു ക്ലോസിംഗ് റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്നത്. അത് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ക്ലോസ് കൗണ്ടർ എന്ന ഓപ്ഷൻ കൊടുക്കാം, അല്ലാണ്ടെങ്കിൽ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് എടുക്കാം. അത് നമുക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യാം. അപ്പം ഇവിടെ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ട്രാൻസാക്ഷൻ ഇപ്പോഴും പെൻഡിങ് ആണ്. അപ്പം അത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഡേ ക്ലോസ് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ ട്രാൻസാക്ഷൻസ് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്ന് നോക്കാം. അതിനുവേണ്ടി പോയിന്റ് ഓഫ് സെയിൽ എടുക്കുക. പോയിന്റ് ഓഫ് സെയിലിൽ സെലക്ട് ചെയ്യുക. ടൈം ടു സെലക്ട്. ഇപ്പം ഈ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഓപ്ഷൻസ് കൊടുക്കുക. സെർച്ച് ബട്ടൺ യൂസ് ചെയ്യുക. സെർച്ച് ബട്ടൺ യൂസ് ചെയ്യുമ്പോൾ ഓൾ ടോക്കൺസ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഈ ഓൾ ടോക്കൺസ് സെലക്ട് ചെയ്യുക. ഓൾ ടോക്കൺസിൻ്റെ ഉള്ളിൽ ക്ലിയർ ഓൾ ബിൽസ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ക്ലിയർ ഓൾ ബിൽസ് കൊടുക്കുമ്പോഴേക്കും എന്തൊക്കെ ട്രാൻസാക്ഷൻ ആണോ അവിടെ നിലവിൽ ഉണ്ടായിരുന്നത് അതെല്ലാം ക്ലോസ് ആവും. നമുക്കത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്ന ആ ഒരു ട്രാൻസാക്ഷൻസ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇനി നമുക്ക് കൗണ്ടർ ക്ലോസ് ചെയ്യാം. കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൗണ്ടർ ക്ലോസ് ചെയ്ത്, അതായത് ഡേ ക്ലോസിംഗ് ആണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ അതിനുശേഷം ആ ഒരു ദിവസം എന്തൊക്കെയാണ് സെയിൽ റിപ്പോർട്ട് വരുന്നത് എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സെഡ് റിപ്പോർട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ട് വരും. അതായത് ഓപ്പണിംഗ് ബാലൻസ് എത്ര വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത്, എത്ര സെയിൽ വാല്യൂസ് ഉണ്ട്, സബ് ടോട്ടൽ എത്രയാണ്, ടാക്സ് എമൗണ്ട് എത്രയാണ് വരുന്നത്, ക്രെഡിറ്റ് കളക്ഷൻ വരുന്നത്, അതായത് നമ്മൾ എന്തൊക്കെയാണോ ഇതിൽ ചെയ്തത് ആ ഒരു ഡേ ചെയ്തത് അത്രയും ഡീറ്റെയിൽസ് ഡീറ്റെയിൽഡ് ആയിട്ട് റിപ്പോർട്ട്സിൽ വരുന്നതാണ്. ഓക്കെ, ഈ റിപ്പോർട്ടിന് ശേഷം നമുക്ക് അഥവാ ഈ ഒരു റിപ്പോർട്ട് മെയിലായിട്ട് സെൻഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്, സെൻഡ് റിപ്പോർട്ട് ടു ഇമെയിൽ. ഓക്കെ, ഇപ്പം ഇത്രയും കാര്യമാണ് ഒരു POS റെസ്റ്റോറൻറ്റ് POS ഓപ്പറേഷൻസിൽ വരുന്നത്. താങ്ക് യു. റെസ്റ്റോറൻറ്റ് POSൽ എന്തൊക്കെ സെറ്റിങ്സ് ആണുള്ളതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെറ്റിങ്സ് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ ഒരു സൂപ്പർവൈസർ പാസ്വേഡ് എൻട്രി ചെയ്യാനൊരു ഫീൽഡ് പോപ്പപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഡിഫോൾട്ട് പാസ്വേഡ് ആയ 1234 സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അപ്പോൾ സെറ്റിങ്സിൻ്റെ മെയിൻ പേജാണ് ഇപ്പോൾ പോപ്പപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് കമ്പനി ഇൻഫോർമേഷൻസ് ആണ്. അപ്പോൾ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ ഇൻഫോർമേഷൻസ് ഉണ്ടോ അത് നമുക്ക് ഇവിടെ ഈ ഓരോ ഫീൽഡിലും കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് കമ്പനി നെയിമാണ്, കമ്പനി ഹെഡ്, ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ ഔട്ട്ലെറ്റ്, ആൻഡ് വാറ്റ് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. അടുത്തായി ചോദിക്കുന്ന സിസ്റ്റം ടൈപ്പ് ഏതാണോ, സെർവർ ആണോ, വെയിറ്റഡ് POS ആണോ, ടാബ്ലറ്റ് ആണോ, കിച്ചൺ ഡിസ്പ്ലേ യൂണിറ്റ് ആണോ. അപ്പോൾ നമ്മുടെ സിസ്റ്റം ഏത് ടൈപ്പാണോ അതനുസരിച്ച് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ അതൊക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം ഇവിടെ അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്തതായി വരുന്നത് സ്ലിപ്പ് പ്രിന്റിംഗ് ആണ്. സ്ലിപ്പ് പ്രിന്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ POSൽ ഓരോ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴും ഓരോ ഡെലിവറി കഴിയുമ്പോഴേക്കും നമുക്ക് ഓരോ സ്ലിപ്പ് അല്ലെങ്കിൽ പ്രിന്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. എസ്പെഷ്യലി KOT ഒക്കെ നമ്മൾ കൊടുക്കുമ്പോഴേക്കും അവിടെ നമ്മൾ സ്ലിപ്പ് പ്രിന്റിങ് വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സെറ്റിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പം സ്ലിപ്പ് പ്രിന്റിങ്ങിൽ മെയിനായിട്ട് വരുന്നത് ഒരു ക്യാപ്ഷൻ കൊടുക്കേണ്ട അത്യാവശ്യമാണ്. അഡ്രസ്സ് ചോദിച്ചിരിക്കുന്നത് ഏത് റെസ്റ്റോറൻ്റ് ആണോ ആ റെസ്റ്റോറൻറ്റിൻ്റെ അഡ്രസ്സാണ് നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത്. ഫൂട്ടർ ഉണ്ടെങ്കിൽ ഫൂട്ടർ കൊടുക്കാം. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചോദിക്കുന്നത് POS പ്രിൻ്റർ, കിച്ചൺ പ്രിൻ്റർ, ജ്യൂസ് പ്രിൻ്റർ, എക്സ്ട്രാ പ്രിൻ്റർ ആണ്. അതായത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ പ്രിൻ്റർ ഉണ്ടോ ആ പ്രിൻ്ററിൻ്റെ നെയിം നമുക്ക് ഇവിടെ കൊടുക്കാം. പോരാത്തതിന് ഇതല്ല നമ്മുടെ POSൽ യൂസ് ചെയ്യുന്ന പ്രിൻ്റേഴ്സ് ഉണ്ടെങ്കിൽ അത് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നെയിം മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പം ഈ എൻ്റർ പ്രിൻ്റർ ടു നെയിം, അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ഓരോ പ്രിൻ്ററിൻ്റെ നെയിം ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. ഇവിടെ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഏത് പ്രിൻ്ററിൻ്റെ ഏത് തന്നെ ടൈപ്പാണ്, മൈക്രോസോഫ്റ്റ് പ്രിന്റ് ടു PDF ആണോ അതോ മൈക്രോസോഫ്റ്റ് XPS ഡോക്യുമെന്റ് റൈറ്റർ ആണോ. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇവിടെ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പേജ് റേഞ്ച് ചോദിച്ചിരിക്കുന്നുണ്ട്, ഓൾ ആണോ, അതിൽ തന്നെ എത്ര പേജിന് നമ്പേഴ്സ് ചോദിക്കുന്നുണ്ട്, കറണ്ട് പേജ് എഴുതിയതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ്. ഇവിടെ പ്രിന്റ് ഓപ്ഷനും വരുന്നുണ്ട്. നമുക്ക് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് പ്രിന്റിംഗ് ഓപ്ഷൻസിൽ വരുന്നത്.
നെയിം നമുക്ക് സാധാരണ ഈ ഒരു പ്രിന്റർ POS പ്രിന്റർ അല്ലെങ്കിൽ കിച്ചൺ പ്രിന്റർ എന്ന് പറഞ്ഞാൽ മെയിൻലി നമുക്ക് വരുന്നത് KOT സെക്ഷനിലാണ്. അപ്പം അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടുത്തെ ഓരോന്നും ചേഞ്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിന് റൈറ്റ് സൈഡിലായിട്ട് ഓരോ പ്രിന്റർ ആക്റ്റീവ് ആണോ അതായത് ആക്റ്റീവ് അല്ല എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ പ്രിന്റർ ആക്റ്റീവ് ആക്കാം, അല്ലെങ്കിൽ അത് ഡിസേബിൾ ചെയ്യാം. പിന്നെ പേജ് വിഡ്ത്ത് പറയുന്നുണ്ട്. പ്രിന്റർ നമുക്കൊരു ഡിഫോൾട്ട് ആയിട്ടുള്ള പേജസ് നമ്മൾ പ്രിന്റ് ചെയ്ത് തരും. അപ്പോൾ പ്രിന്ററിന് എന്തെങ്കിലും ഇഷ്യൂസ് സംഭവിച്ചു, അതായത് നമ്മൾ ഉദ്ദേശിച്ച പേജ് പ്രിന്റ് ചെയ്ത് വരുന്നില്ല, അല്ലെങ്കിൽ മോർ ദാൻ നമ്മൾ ഉദ്ദേശിച്ച പേജിനെക്കാട്ടും കൂടുതലാണ് പ്രിന്റ് ചെയ്ത് വരുന്നത്, അങ്ങനെയുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ നമുക്കിവിടെ പേജ് വിഡ്ത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഡിഫോൾട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന 0 വാല്യൂ ആണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എത്ര പേജ് ആണോ അത്രയും പേജിന്റെ വിഡ്ത്ത് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മിനിമം വാല്യൂ വരുന്നത് 275 ആണ് ഇവിടെ. അപ്പം ഇത്രയുമാണ് പ്രിന്ററിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് വേണമെങ്കിൽ സ്ലിപ്പ് ലോഗോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് സ്ലിപ്പിൽ നമുക്കൊരു ലോഗോ കൊണ്ടുവരാം. ആ ലോഗോയിൽ വരേണ്ട എന്തൊക്കെ എഡിറ്റിംഗ് ആണോ അതാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ ലോഗോ ലെഫ്റ്റിലായിരിക്കണം വേണ്ടത്, അല്ലെങ്കിൽ ടോപ്പിലാണോ വേണ്ടത്, അതനുസരിച്ചിട്ട് നമുക്കിവിടെ മാറ്റം വരുത്താം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള വിഡ്ത്തും ഹൈറ്റും നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ബോട്ടം ബ്ലാങ്ക് ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിന്റ് ചെയ്ത ആ സ്ലിപ്പിൻ്റെ ഉള്ളിൽ ബോട്ടത്തിലോട്ട് പോകുന്നതോറും എത്രത്തോളം ബ്ലാങ്ക് ലൈൻസ് നമുക്ക് വേണോ ആ ബ്ലാങ്ക് ലൈൻസിന്റെ നമ്പർ നമുക്ക് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് കുറച്ച് ചെക്ക് ബോക്സുകളെ പറ്റിയിട്ടാണ്. അപ്പം ഇവിടെ 5 ചെക്ക് ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓൾവേസ് ഷോ പ്രിവ്യൂ ബിഫോർ പ്രിന്റ്, അതായത് നമ്മൾ പ്രിന്റ് ഡയറക്റ്റ്ലി കൊടുക്കുന്നതിന് മുന്നേ ഒരു പ്രിവ്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെക്ക് ബോക്സ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് പ്രിന്റ് അറബിക് ഐറ്റം നെയിം. അപ്പം നമ്മൾ കൊടുക്കുന്ന ഏത് ഐറ്റം ആണോ ആ ഒരു ഐറ്റത്തിന് അറബിക് നെയിം പ്രിന്റ് ചെയ്ത് വരണമെങ്കിൽ കൊടുക്കേണ്ട ഒരു ചെക്ക് ബോക്സ് ആണിത്. ബാക്കി വരുന്ന പ്രിന്റ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ക്യാഷ് ഡ്രോയർ, പ്രിന്റ് അറബിക് ആൻഡ് ഇംഗ്ലീഷ് ബിൽ എന്ന് പറയുന്നത് ഡിഫോൾട്ട് ആയിട്ടുള്ള ചെക്ക് ബോക്സുകളാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആക്റ്റീവ് ആക്കുകയോ അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യുകയോ അനുസരിച്ചിട്ട് നമുക്കിവിടെ അപ്ലൈ കൊടുക്കുന്നതാണ്. ഇനി വേറെ 2 ചെക്ക് ബോക്സ് ആണ് ന്യൂ സ്ലിപ്പ് ഫോർമാറ്റ് ആൻഡ് ഷോ ടാക്സബിൾ വാല്യൂ. ഇതും ഡിഫോൾട്ട് വാല്യൂ ആണ്. അപ്പോൾ ഡിഫോൾട്ട് ആയിട്ട് ന്യൂ സ്ലിപ്പ് ഫോർമാറ്റ് മാത്രമേ ടിക്ക് ചെയ്തിട്ടുള്ളൂ, ബാക്കി ടിക്ക് ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഓരോ ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ട് നമുക്കിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം അടുത്തതായി വരുന്നത് പാസ്വേഡ് സെറ്റിംഗ്സ് ആണ്. അപ്പോൾ നമുക്കിവിടെ 3 ടൈപ്പ് പാസ്വേഡ് ആണ് ചോദിച്ചിരിക്കുന്നത്. സൂപ്പർവൈസർ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിസ്റ്റത്തിന്റെ മെയിൻ ആയിട്ടുള്ള എവിടെയൊക്കെ നമുക്ക് പാസ്വേഡ് സൂപ്പർവൈസറിന് മാത്രം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പാസ്വേഡ് ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യണമെങ്കിൽ തന്നെ സൂപ്പർവൈസർ പാസ്വേഡ് ആവശ്യമുണ്ട്. അതായത് ടോട്ടലി മാനേജിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സൂപ്പർവൈസർ പാസ്വേഡ് ചോദിക്കുന്നത്. അപ്പം അടുത്തത് വരുന്നത് പാസ്വേഡ് ഫോർ വോയിഡ് ഓപ്പറേഷൻ. ഈ വോയിഡ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ സെലക്ട് ചെയ്ത ഓർഡേഴ്സ് ക്യാൻസൽ ചെയ്യാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഐറ്റംസ് സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും അതായത് വോയിഡ് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം. ഏത് ഐറ്റംസ് അല്ലെങ്കിൽ ഏത് ഓർഡർ ആണോ നമുക്ക് ക്യാൻസൽ ചെയ്യുന്നത് അതിനു മുന്നേ നമ്മൾ വോയിഡ് പാസ്വേഡ് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് പാസ്വേഡ് ഫോർ കസ്റ്റമർ ഓപ്പറേഷൻസ്. കസ്റ്റമർ റിലേറ്റഡ് എന്തെങ്കിലും ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതിനും പാസ്വേഡ് സെറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പിന്നെ ടൈപ്പ് ചെയ്യാനും റീടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പാസ്വേഡ് ഇവിടെ വെച്ചിട്ട് ഓരോന്നിനും സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്തതായി വരുന്നത് മെനു ആണ്. മെനു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിൽ അണ്ടറിൽ വരുന്ന ഐറ്റംസ്, അതിൽ എന്തൊക്കെ നമുക്ക് ചേഞ്ചസ് വരുത്താം. അതായത് ഡിഫോൾട്ട് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ഡിഫോൾട്ട് വാല്യൂസ് നമുക്ക് ചേഞ്ച് ചെയ്ത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താവുന്നതാണ്.
അപ്പോൾ ഐറ്റം ബട്ടൺസിന്റെ ഹൈറ്റ് ഇവിടെ 70 ആണ് കൊടുത്തിരിക്കുന്നത്, വിഡ്ത്ത് 125 ആണ്. ഇവിടെ നമുക്ക് ചേഞ്ചസ് വരുത്താവുന്നതാണ്. എത്ര റോസ് വേണം, കോളംസ് വേണം, അതനുസരിച്ച് നമുക്കത് ചേഞ്ച് വരുത്താം. അടുത്തത് ഐറ്റം ഫോണ്ട് ആണ്. അപ്പം ഐറ്റം ഫോണ്ട് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന് എത്ര സൈസ് വേണമെന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. ബോൾഡ് ലെറ്റേഴ്സ് ആണ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ റേറ്റ് ആ ഒരു ഐറ്റം ഫോണ്ടിൽ ഷോ ചെയ്യണമെങ്കിൽ അത് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാം. പിക്ചർ നമുക്ക് ടിക്ക് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഇനി റേറ്റ് പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ദിർഹംസിലാണ്. നമുക്ക് ഏത് റേറ്റ് ആണോ വേണ്ടത്, ഏത് റേറ്റ് പ്രിഫിക്സ് ആണോ വേണ്ടത് അതനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഐറ്റം ഹൈറ്റും നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഗ്രൂപ്പ് ബട്ടൺസിന്റെ ഹൈറ്റും വിഡ്ത്തും റോസും അതേപോലെ കോളംസും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഗ്രൂപ്പ് ഫോണ്ടും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതിന്റെ സൈസും ആൻഡ് ഫോണ്ട് ഏത് ടൈപ്പാണോ. ബോൾഡ് ലെറ്റേഴ്സിന് വേണമെങ്കിൽ ബോൾഡ് നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഡിഫോൾട്ടായിട്ട് വന്നിരിക്കുന്ന ഐറ്റം മെനു ബട്ടൺ കളർ എന്ന് പറയുന്നത് ബ്രൗണും ഗ്രൂപ്പ് മെനു ബട്ടൺ കളർ എന്ന് പറയുന്നത് ഗ്രീനും ആണ്. നമുക്കിത് ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്ക് കൊടുക്കാം. ഇവിടെ ടെക്സ്റ്റ് കളർ ബ്ലാക്ക് കൊടുക്കാം. ബാക്ക്ഗ്രൗണ്ട് കളർ യെല്ലോ കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ വരുത്തിയ ചേഞ്ചസ് നമ്മൾ POS എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മാറ്റം കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്കിത് POSൽ പോയി നോക്കാം. അതിന് മുന്നേ ഡേ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫോൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഐറ്റത്തിൻ്റെ ആ കളർ ചേഞ്ച് നമുക്കിവിടെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ എന്തൊക്കെ മാറ്റം വരുത്തുന്നുണ്ടോ അതൊക്കെ നമുക്കിവിടെ POSൽ വിസിബിൾ ആവുന്നതാണ്. മെനു ഐറ്റത്തിൽ തന്നെ നമുക്ക് ഈ ഐറ്റം ബട്ടൺസ് അല്ലെങ്കിൽ ഐറ്റം ഫോണ്ട് ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നെങ്കിൽ നമുക്ക് ഈ POSലെ ഈ ഒരു ബട്ടൺസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബട്ടൺസിൽ സെറ്റിങ്സിൽ വന്ന് ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ POSൽ ഡയറക്റ്റ് എടുത്തതിന് ശേഷം ഈ ഒരു ബ്ലാങ്ക് സർഫസിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സെറ്റിങ്സിൻ്റെ, അതായത് മെനു അപ്പിയറൻസിൻ്റെ ആ സെറ്റിങ്സ് പോപ്പപ്പ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ നമുക്ക് POSൽ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. സെറ്റിങ്സിൽ പോയിട്ട് അപ്പിയറൻസ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഹൈറ്റും വിഡ്ത്തും റോസും കോളംസും സെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ടെക്സ്റ്റ് കളറും ബാക്ക്ഗ്രൗണ്ട് കളറും നമുക്ക് ഓരോന്നിൻ്റെയും ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തതായി പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഡേറ്റ ബാക്കപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് സെലക്ട് ചെയ്യുക, ഡേറ്റ ബാക്കപ്പ് എടുക്കുക. അപ്പം നമുക്ക് ഇവിടുന്ന് ഡേറ്റാബേസ് ബാക്കപ്പ് ചെയ്യാനും ബാക്ക് ഫോൾഡർ ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ബാക്കപ്പ് ചെയ്ത ഡേറ്റ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ്വെയർ, അതായത് ഈ സോഫ്റ്റ്വെയർ ഡേറ്റയിൽ നമ്മൾ ഡയറക്റ്റ്ലി ബാക്കപ്പ് ചെയ്യാൻ പറ്റും. ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞ ഡേറ്റ എന്ന് പറയുന്നത് ഡേറ്റും അല്ലെങ്കിൽ ഡേറ്റ ബാക്കപ്പ് ഫോൾഡറിലായിരിക്കും വന്ന് കിടക്കുന്നത്. അതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് date_and_time.back എന്നുള്ള രീതിയിലായിരിക്കും. അപ്പം ബാക്ക് ഓഫീസിലെ സെറ്റിങ്സ് സെലക്ട് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് ബാക്കപ്പ് ഡേറ്റ എടുക്കാൻ പറ്റുന്നതാണ്. ബാക്കപ്പ് ഡേറ്റ സെലക്ട് ചെയ്യുമ്പോൾ ഒരു പോപ്പപ്പ് വരുന്നത്, അതായത് ഡു യു വാണ്ട് ടു ഓപ്പൺ ബാക്കപ്പ് ഫോൾഡർ. അപ്പം നമ്മൾ ബാക്കപ്പ് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഫോൾഡറിലോട്ടാണ് വരുന്നത്. അപ്പോൾ അത് യെസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് എവിടെയാണ് കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ബാക്കപ്പ് ഡേറ്റയാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് date_time_and.back
എന്നുള്ളൊരു ഫോർമാറ്റിലായിരിക്കും ഈ ബാക്കപ്പ് ഡേറ്റ വന്ന് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാക്കപ്പ് ഡേറ്റ ആ ഒരു ഓപ്ഷൻ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഡേറ്റാബേസ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനു മുന്നേ നമ്മൾ എന്താണോ ആ ഒരു യൂസർ നെയിം അത് SA ആയിരിക്കണം കൊടുക്കുന്നത്, പാസ്വേഡും ഇവിടെ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഒരു POS റെസ്റ്റോറൻറ്റ് POSൽ സെറ്റിങ്സിൽ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.